CPM BJPയുമായി ബന്ധമുണ്ടാക്കുന്നുവെന്ന് ആരോപിക്കാൻ സാമാന്യ നിലയ്ക്കുള്ള തൊലിക്കെട്ടി പോരെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാജയ ഭീതി കൊണ്ടാണ് UDF CPM BJP ബന്ധം ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. CPM BJP ബന്ധമുണ്ടാകണമെങ്കിൽ വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരുമെന്നും സുനിൽകുമാർ പറഞ്ഞു. പണം കൊടുത്തും വോട്ടർ പട്ടികയിൽ ക്രമവിരുദ്ധമായി പേര് ചേർത്തും വ്യാജ പ്രചാരണത്തിലൂടെ മതപരമായ ചേരിതിരിവുണ്ടാക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുവെന്നും സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ സംസ്കാരത്തെയും പ്രതിബദ്ധതയെയും ചോദ്യം ചെയ്യുന്നതാണ് ഒളരി ശിവരാമപുരം കോളനിയിൽ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP നടത്തിയ ശ്രമം. ആ ശ്രമം ഇവിടെ വില പോകില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. വയനാട്ടിൽ മുസ്ലിം ലീഗ് കൊടി ഉപേക്ഷിച്ചതുപോലെ ചാവക്കാട് പറ്റില്ലെന്ന തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധി ചാവക്കാട് തെരഞ്ഞെടുപ്പ് പര്യടനം ഉപേക്ഷിക്കുന്നതിന് കാരണമായത്. വോട്ടർ പട്ടികയിൽ ക്രമവിരുദ്ധമായി ചേർക്കപ്പെട്ട വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ LGF പോളിംഗ് ഏജന്റുമാർ ചലഞ്ച് ചെയ്യും. മതവർഗീയ ശക്തികൾക്കും അവസരവാദ രാഷ്ട്രീയത്തിനും തിരിച്ചടി ഉണ്ടാക്കും വിധം നല്ല ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ പ്രവർത്തനങ്ങളിൽ അന്നുണ്ടായിരുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം 2011 കൈപ്പമല ബലിയായിരിക്കുമ്പോഴും ഇവിടുത്തെ പൂര കമ്മിറ്റിക്കാരെല്ലാം തന്നെ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആയിട്ട് പോലും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആയിട്ട് സ്ഥാപിച്ച് തൃശ്ശൂർ പൂരത്തിന് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കിയത് ആ സന്ദർഭത്തിലാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട അത്ര പ്രശ്നങ്ങൾ ഉണ്ടായി. ആദ്യം UDFന്റെ മുൻ സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞു BJPയും കോൺഗ്രസും പിന്നെ UDFും തമ്മിലാണ് മത്സരം എന്നുള്ള പ്രചരണം നടത്തി. അതിനുശേഷം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു അത് ശരിയല്ല, UDF LDFും തമ്മിലാണ് മത്സരം എന്നുള്ള പ്രചരണം പിന്നെ നടത്തി. ഇപ്പൊ അത് വീണ്ടും പഴയ സ്ഥാനാർത്ഥിയുടെ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് കാലികളിലെ മണ്ണ് അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി കൊണ്ടാണ് പ്രചരണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM, ഞാൻ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. CPM BJPയുമായി ധാരണ ഉണ്ടാക്കി ചില വിഭാഗങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ പരിണതപ്രജ്ഞരായിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയത്തെ പറ്റി നന്നായിട്ട് അറിയുന്നവരാണ്. ഞാൻ ചോദിക്കുന്നത് CPMനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം